അത് ആൻലിജയുടെ വരുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഫ്രം ദ ബിഗിനിങ് ആ ഒരു ഹിസ്റ്ററി അല്ലേ മനസ്സിൽ കൂടെ പോയി എന്നുള്ളത് കയറി വരുമ്പോൾ തന്നെ എത്രത്തോളം ഇമോഷണൽ ആണെന്നറിയും. ഇന്നിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിസ്മയ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എല്ലായിടത്തും പറയുന്നത്. ആൻഡ് വി നോ ദാറ്റ് ബിക്കോസ് ഇപ്പോഴല്ല വിസ്മയ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ മലയാളികൾ വിസ്മയ ചെറുതായിരുന്നപ്പോൾ തൊട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഒരു പക്ഷേ കുറച്ച് ലേറ്റായിട്ട് സിനിമയിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്നേഹം അന്ന് തൊട്ട് കൂടെയുണ്ട്. ഇവർക്ക് രണ്ടുപേരും ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അല്ലെ ഇവർ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരുടെ ആ ഒരു സെറ്റും പിന്നെ സിനിമയായിട്ട് കണ്ടപ്പോൾ ഹൗ വാസ് യുവർ ഫീലിംഗ്? എങ്ങനെ ആ ഒരു അല്ല അത് ശരിക്കും ഇത് നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായതുകൊണ്ടും ആ വേഷം അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ നമുക്കങ്ങനെ ശരിക്കും കാണുമ്പോൾ അങ്ങനെ പ്രത്യേകതകളൊന്നും തോന്നിയില്ല. കാരണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ മായേനൊക്കെ കാണുന്നത്, എൻ്റെ മകനെയൊക്കെ കാണുന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇവർ പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഏറ്റവും സന്തോഷം തരുന്നു. അത് ദൈവമേ എല്ലാ അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 9 വർഷം പുറകോട്ട് പോവുകയാണ്. അന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഡിസംബറിൽ അപ്പുവിൻ്റെ ആദിയുടെ ഇതേപോലെ ഒരു ലോഞ്ച്. ജീവിതത്തിൽ ഒട്ടേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ജൂനിയർ കാണുമ്പോൾ തന്നെ ടെൻഷനൊന്നുമില്ല. യു ആർ സോ കോൺഫിഡൻറ്റ് ആൻഡ് ഐ നോ യു. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റായിട്ട് ഞാനും നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് ലാൽ സാറിൻ്റെ മോള് വിസ്മയ വരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജോക്കു, ആശിഷ്, ജോക്കു എന്നുള്ള എല്ലാവർക്കും അറിയില്ലായിരിക്കും. എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എങ്ങനെയെങ്കിലും ഒന്ന് 7-ാം തീയതി ആയാൽ മതി എന്നേ ഉള്ളൂ. കാരണം വിഷ്വൽസ് കുറച്ച് വിഷ്വൽസ് എനിക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എനിവേ എനിക്ക് കഥയെക്കുറിച്ചും വലിയ ധാരണയില്ല. എനിക്കത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്കത് ആ ഒരു ഫ്രഷ് ഫീലിങ്ങിൽ തന്നെ കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിവേ എന്താ പറയുക, മലയാളത്തിലേക്ക് 2 പുതിയ മുഖങ്ങളുടെ തുടക്കമാണ്. ആ തുടക്കം ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന ആ ഫിലിം മേക്കറുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളത് കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. ശരിക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട 2 പേർ മായയും ജോക്കുവും അവർ സിനിമയിൽ തുടക്കം കുറിക്കുന്നു. വലിയ സന്തോഷം. ജൂഡ് വളരെ അടുത്ത സുഹൃത്ത്. ഇതേതായാലും ഗംഭീരമാകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കരമായ ഒരു സ്വാർത്ഥതയും കൂടി ഇതിനകത്തുണ്ട് ഈ സിനിമയെ ബന്ധിപ്പിച്ചുകൊണ്ട്. കാര്യം ഒരു ബ്ലഡ് ലൈനിൻ്റെയൊക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ശക്തി പ്രാപിക്കുകയാണ് മലയാളം സിനിമയിൽ എന്നുള്ളത് വലിയ സന്തോഷത്തിൽ ആണ് നിൽക്കുന്നത്. സോ ഗംഭീരമാകട്ടെ. 7-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ആൻ്റണിക്ക് എല്ലാ ആശംസകളും, ജൂഡിന് എല്ലാ ആശംസകളും.